കഥ തുടരുന്നു. താരനാഥന് അത്ഭുതമായി. സ്റ്റെല്ലയെപ്പോലെ ദുഷിച്ചൊരു സ്ത്രീയോട് ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് സ്നേഹമോ? അതും ഡോക്ടർ ഉമാമഹേശ്വരി പ്രസവിച്ച ഉന്നത കുല ജാതിയായ കുട്ടിക്ക്. മോള് വിഷമിക്കേണ്ട, സ്റ്റെല്ല അമ്മുവിനെ തഴുകി. കൊച്ചു അകത്തേട്ട് പോയിക്കോ. അത് കേൾക്കേണ്ട താമസം അവൾ അകത്തേക്ക് ഓടി. എൻ്റെ അടുത്തെത്തുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെ സാറേ? സ്റ്റെല്ല അഭിമാനത്തോടെ പറഞ്ഞു. പെൺകുഞ്ഞുങ്ങൾ തെരുവിലായാലത്തെ അപകടമോർത്ത ഞാൻ അതുങ്ങളെ സ്വന്തം കൊച്ചുങ്ങളെ പോലെ നോക്കുന്നേ. വീട്ടുപണിയെടുപ്പിക്കും കേട്ടോ. നല്ലോണം തിന്നാനും കൊടുക്കും. അഭിനയിക്കാൻ കഴിവുള്ള കൊച്ചുങ്ങളെ 100 പേരുടെ കാല് പിടിച്ചിട്ടായാലും ഞാനൊരു കരയ്ക്ക് എത്തിക്കും. കഴിവില്ലാത്തതുകളെ കാശിന് ആർത്തിയില്ലാത്ത പയ്യന്മാർക്ക് കെട്ടിച്ചു കൊടുക്കും. ഞാൻ അറിയാതെ ചാടിപ്പോയിട്ടുള്ളവരുണ്ട്, രക്ഷപ്പെട്ടു പോയിട്ട് തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. സ്റ്റെല്ലമ്മ ഭയങ്കരയാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. എൻ്റെ മനസ്സ് നല്ലതാണെന്നറിയാവുന്ന ദൈവം തമ്പുരാനിപ്പോഴും എൻ്റെ അന്നം മുട്ടിച്ചില്ല കേട്ടോ. അതോടെ താരനാഥൻ എഴുന്നേറ്റു. സ്റ്റെല്ല പറയുന്നതിലെ നേരും കളവുമൊന്നും ഞാൻ ചകയുന്നില്ല. പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ എപ്പോഴും എൻ്റെ കണ്ണുണ്ടാവും. അതിനെ ആർക്കെങ്കിലും വിൽക്കാൻ നോക്കിയാൽ നീ അഴിക്കകത്താവും. ഞാൻ ആരാണെന്ന് നിനക്കറിയാമല്ലോ. അയ്യോ സാറേ, സ്റ്റെല്ല നെഞ്ചിൽ കൈവച്ചു. ഉടനെ ഞാൻ കുട്ടിയെ നിൻ്റെ അടുത്തുനിന്ന് പിടിച്ചുകൊണ്ട് പോണില്ല. നീ പറഞ്ഞതൊക്കെ ആദ്യം ഞാനതങ്ങ് വിശ്വസിച്ച് തരുക. പക്ഷേ നീ ആരാണെന്ന് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടാവും. ദത്തെടുക്കാനും സിനിമയിൽ അഭിനയിപ്പിക്കാനും ഒരു കുട്ടിയെ വേണ്ടിയിട്ടല്ല. ഇവളെനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവളായതുകൊണ്ടാണ്. അയാൾ മുറിവിട്ടു പോയി. താമസ സ്ഥലത്തെത്തിയതും താരനാഥൻ ഉമയെ വിളിച്ചു. ഉമ, നീ നിൻ്റെ മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ ഫോട്ടോഗ്രാഫ് വെച്ച് പത്രത്തിൽ അറിയിപ്പ് നൽകിയിരുന്നോ? ഉവ്വ് താരേട്ടാ, പല കുറി. അമ്മൂനെ നഷ്ടപ്പെട്ടിട്ടിപ്പോൾ 1 വർഷത്തിലധികമായില്ലേ? ഉവ്വ്. കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ പത്ര അറിയിപ്പിനെ ഭയന്ന് അവർ ഒളിച്ചു വയ്ക്കുവാൻ ശ്രമിക്കും. എന്നാൽ 6 മാസവും 1 വർഷവുമൊക്കെ കഴിയുന്നതോടെ അവരുടെ ജാഗ്രത കുറയും. ഈ സമയത്ത് ഫോട്ടോ വെച്ച് പുതിയൊരു പത്ര അറിയിപ്പ് നൽകുന്നത് ബുദ്ധിയായിരിക്കും. ഞാൻ തയ്യാറാണ് താരേട്ടാ. എൻ്റെ മോൾ ജീവനോടുണ്ടെന്ന് ഒന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. അവളെയും അപ്പുവിനെയും തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവൻ പകരം കൊടുക്കാൻ തയ്യാറാണ്. അപ്പു വീട് വിട്ടു പോയത് ഒരു കേസിനെ ഭയന്ന. ആ കേസിൽ അവൻ നിരപരാധിയാണെന്ന് അപ്പു വീട് വിട്ടു പോയ ഉടനെ എല്ലാവർക്കും ബോധ്യമായി. ആ വിവരമടക്കം അവൻ്റെ ഫോട്ടോ വെച്ച് പത്രത്തിൽ ഞാൻ അറിയിപ്പ് കൊടുത്തതാണ്. അത് കാണാഞ്ഞാവാം അപ്പു തിരിച്ചു വരാഞ്ഞത്. ഞാൻ ഇനിയും സെയിം അറിയിപ്പ് കൊടുക്കാൻ പോവാം, അവൻ തിരിച്ചു വരും വരെ. അമ്മു പക്ഷേ സ്വയം പോയതാവില്ല, അവളെ ആരെങ്കിലും കൊണ്ടുപോയതാവും. അത് സത്യമാണെങ്കിൽ താരേട്ടൻ പറഞ്ഞ പോലെ അവരുടെ ജാഗ്രത ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഒരറിയിപ്പ് കൂടി കൊടുക്കാൻ പറ്റിയ സമയമാണ്. എങ്കിൽ തമിഴ് പത്രങ്ങളിൽ ഉടനെ ഞാനൊരു അറിയിപ്പ് കൊടുക്കാൻ പോകുക. തൻ്റെ സമ്മതം വേണമല്ലോ അതിനായി വിളിച്ചതാ ഞാൻ. എനിക്ക് പൂർണ്ണ സമ്മതമാണ് താരേട്ട. അവളുടെ തൊണ്ടയിടറി. എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരികെ കിട്ടിയാൽ മതി. ഞാൻ അങ്ങനെയെങ്കിൽ തമിഴ് പത്രങ്ങളിൽ ഞാനൊരു അറിയിപ്പ് കൊടുത്ത ശേഷം മതി ഉമയുടെ അടുത്ത പത്ര അറിയിപ്പ്. ഞാൻ ഇടയ്ക്കിടെ വിളിച്ചോളാം. പിന്നെ അപ്പുവിന് വേണ്ടിയുള്ള അന്വേഷണം താൻ തുടരുകയും വേണം. അവൻ നിരപരാധിയാണെന്ന സത്യം ഒരിക്കൽ കൂടി പത്രത്തിൽ കൊടുത്തോളൂ. ശരി താരേട്ടാ. ഇയാൾ തൻ്റെ സ്വന്തം കൂടപ്പിറപ്പാണെന്ന് ഉമയ്ക്ക് തോന്നി തുടങ്ങി. ഉമ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ? ഇല്ല, വീട്ടിൽ പ്രാക്ടീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. പണം എന്തെങ്കിലും? വേണ്ട താരേട്ടാ, ബാങ്കിൽ പണമുണ്ട്. വേണ്ടത് കൂടപ്പിറപ്പുകളുടെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന ആളുകളെയാണ്. അത്തരം കുറച്ച് ബന്ധങ്ങളും എനിക്കുണ്ട്. അപ്പു പോകും വരെ ഞങ്ങൾ ഒരു സെർവൻറ്റിനെ പോലും വച്ചിരുന്നില്ല. ഇപ്പോൾ എനിക്ക് തന്നെ എല്ലാം ചെയ്യാൻ വയ്യാതായി. അതുകൊണ്ട് ഞങ്ങളുടെ പഴയ ഹൗസ് മെയ്ഡിനെ തിരിച്ചു വിളിച്ചു. ഓക്കെ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. അയാൾ സംസാരം അവസാനിപ്പിച്ചു. തമിഴ് പത്രങ്ങളിൽ അമ്മുവിൻ്റെ ഫോട്ടോഗ്രാഫ് വെച്ച് അറിയിപ്പ് കൊടുക്കും മുമ്പ് സ്റ്റെല്ലയെ ശരിക്കും ഒന്ന് നിരീക്ഷിക്കാൻ തീരുമാനിച്ചു താരാനാഥൻ. അതിനിടയിൽ അയാളുടെ മേക്കപ്പ് മാനായി സ്റ്റീഫൻ എത്തിയിരുന്നു. ചെന്നൈയിലെ ഒരു സ്റ്റുഡിയോയുടെ മേക്കപ്പ് റൂമിൽ മേക്കപ്പ് ചെയ്യുന്നതിനിടയിലാണ് താരാനാഥൻ അയാളെ ചോദ്യം ചെയ്തത്. തൻ്റെ ഭാര്യ ഇത്രയും ദുഷിച്ച രീതിയിൽ ജീവിച്ചിട്ടും താൻ എന്തിനാ സ്റ്റീഫ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ ജീവിക്കുന്നത്? മറുപടി വൈകിയപ്പോൾ അയാൾ ആകാംക്ഷയിൽ സ്റ്റീഫനെ നോക്കി. ആ മനുഷ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എങ്കിലും അയാൾ ജോലി നിർത്തിയില്ല. സ്റ്റോപ്പ്! താരനാഥൻ ആ കയ്യിൽ പിടിച്ച് തടഞ്ഞു. താൻ മറുപടി പറഞ്ഞിട്ട് ജോലി ചെയ്താൽ മതി. എൻ്റെ ഭാര്യയെപ്പറ്റി ഈ കേൾക്കുന്നതെല്ലാം ശുദ്ധ നുണയാണ് സാർ. സ്റ്റീഫൻ്റെ തൊണ്ടയിടറി. അവളെ എനിക്ക് മാത്രമേ അറിയൂ. അതാ ഞാൻ ആ കൂടെ നിൽക്കുന്നത്. മദ്യപാനിയെ ഞാൻ. പലപ്പോഴും ജോലിക്ക് പോവാറില്ല. എന്നിട്ടും അവളെന്നെ അടിച്ച് പുറത്താക്കിയിട്ടില്ല. ഈ ഫീൽഡിലുള്ള മറ്റേതൊരു പെണ്ണായാലും അത് ചെയ്തിരിക്കും. വർത്തമാനത്തിലും പെരുമാറ്റത്തിലും മൂശേട്ടയെ അവൾ. കിടക്കുന്നിടത്ത് നിന്ന് കാലുകൊണ്ട് തട്ടിയണിച്ച് വിളിച്ചുണർത്തും. കാലുമടക്കി അടിക്കാനും മടിയില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് വായിന്ന് തെറി വരും. പക്ഷേ അവൾ വ്യഭിചരിക്കാറില്ല, പിമ്പ് ചെയ്യാറുമില്ല സാറേ. അതിൻ്റെ ദേഷ്യത്തിനാണ് എല്ലാവരും അവളെപ്പറ്റി പുലഭ്യം പറയുന്നത്. താൻ പറയുന്നത് സത്യമാണോ? മറിച്ചൊരു അനുഭവം സാറിനുണ്ടെങ്കിൽ സാറ് പറ, ഞാൻ കേൾക്കാം. പറയാനായി അയാൾക്ക് മറിച്ചൊരു അനുഭവം ഉണ്ടായിരുന്നില്ല. വ്യഭിചാരി അല്ലാത്തതുകൊണ്ട് മാത്രം സാറേ ഞാൻ അവളെ കെട്ടിയത്. ആത്മാർത്ഥമായി ജോലി ചെയ്യും. തെമ്മാടിത്തരത്തിന് ചെന്നാൽ
ആളും തരവും നോക്കാതെ കരണം അടിച്ചു പുകയ്ക്കും. അങ്ങനെ ശത്രുക്കൾ തോന്നിയ വാസം പറഞ്ഞു പരത്തിയെ. ഭാര്യയെപ്പറ്റി പറയുന്നത് കേട്ട് സഹിക്കാൻ വയ്യാണ്ട ഞാൻ കൂട്ടിത്തുടങ്ങിയെ. അവളോടുള്ള ചൊരുക്ക് വെച്ച് എനിക്ക് മദ്യം ഒഴിച്ചു തരാനും ആളുണ്ടായി. ഞങ്ങളെ മോളെ ദ്രോഹിക്കാനും ചിലർ ശ്രമിച്ചതാ. സ്റ്റെല്ല അന്തസ്സായി കൊച്ചിനെ കെട്ടിച്ചയച്ചു. സിനിമയുടെ കെണിയിൽ വന്നു വീഴുന്ന എത്രയോ പെൺകുട്ടികളെ അവൾ രക്ഷിച്ചിട്ടുണ്ടെന്നറിയാമോ? അപ്പോൾ പിന്നെ അതിനെ ജീവിക്കാൻ അനുവദിക്കുമോ നമ്മുടെ സിനിമക്കാർ? മലയാള സിനിമ ഇപ്പം കേരളത്തിലായതുകൊണ്ടാണ് തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നുമൊക്കെ പെങ്കൊച്ചുങ്ങൾ വന്ന് ചാടുന്നത്. തമിഴിലെ ഗുണ്ടകളോട് പൊരുതി നിൽക്കാൻ സ്റ്റെല്ലയെ പോലൊരു പെണ്ണിന് കഴിയുമോ സാറേ? തൊഴിലുള്ള മിടുക്കുകൊണ്ട് മാത്രമാണ് അവളിവിടെ പിടിച്ചു നിൽക്കുന്നത്. താരനാഥൻ ആലോചനയിലായി. സ്റ്റെല്ലയുടെ മറ്റൊരു വശമാണ് അയാൾ സങ്കല്പിച്ച് നോക്കിയത്. ആ വശമാണ് അവൾക്കധികം ഇണങ്ങുന്നതും. തൻ്റെ അടുത്ത് ഒരിക്കലും സ്റ്റെല്ല ആകർഷകമായി പെരുമാറിയിട്ടില്ല. കാണുമ്പോൾ ഇറിറ്റേഷനാണ് അനുഭവപ്പെടുക. ദുർനടപ്പുകാർ ഒരിക്കലും ഉന്നതരും കരുത്തരെയും പിണക്കാറില്ല. എന്നതാ സാറേ ഒന്നും മിണ്ടാത്തെ? സ്റ്റീഫൻ ചോദിച്ചു. മേക്കപ്പ് ഇടട്ടയോ അതോ സ്റ്റെല്ലയുടെ കെട്ടിയവനായ കുറ്റത്തിന് എന്നെ പറഞ്ഞു വിടുവാണോ? അല്ല, അയാളുടെ ശബ്ദം ഉറച്ചു. തൻ്റെ ജോലി നടന്നോട്ടെ, ഞാനൊന്നും ചോദിച്ചിട്ടില്ലെന്ന് കരുതിക്കോ. സ്റ്റീഫൻ ജോലി പുനരാരംഭിച്ചു. സാറിൻ്റെ കൂടെ സ്റ്റെല്ല ആ കൊച്ചിനെ അയക്കാത്തതിൻ്റെ കെറുവാന്നറിയാം. എല്ലാ പിള്ളേരും പോലെയല്ല, അവൾക്ക് ആ കുഞ്ഞിനെ പ്രാണനാ. എന്നെപ്പോലും കാണാൻ അനുവദിക്കുകയില്ല. അതിനവളെ കുറ്റം പറയാൻ പറ്റുമോ? സ്വന്തം തൻ്റെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമല്ലേത്. ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ നിർത്തത്തില്ല അവളതിനെ. ഒരു മനുഷ്യനെ നോക്കിയാൽ അന്നേരം അതിൻ്റെ തലയ്ക്ക് കിഴക്കും. തെറിയോ കാത് കഴുകിയാലും അഴുക്ക് പോകത്തില്ല. വീട്ടിൽ വന്നാൽ എല്ലുമുറിയെ പണിയെടുപ്പിക്കും, കാലുമടക്കി അടിക്കും. തീ കുരുത്ത വെയിലത്ത് വാഴത്തില്ല മോളെ എന്ന ഉപദേശം. പെറ്റ മകളോടും അവൾ അങ്ങനെയായിരുന്നു കേട്ടോ. ഹോസ്റ്റലിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോന്നവളാണ് അമ്മുവെങ്കിൽ സ്റ്റെല്ലയുടെ ശിക്ഷണത്തിൽ കുട്ടി അല്പം മെരുങ്ങുന്നതാണ് നല്ലതെന്ന് താരനാഥന് തോന്നി. എങ്കിലും ഉമ്മയോട് അയാൾക്ക് തീരാത്ത അലിവുണ്ടായിരുന്നതിനാൽ ഒരു പ്രശസ്ത തമിഴ് പത്രത്തിൽ ജോലി ചെയ്യുന്ന മലയാളി സുഹൃത്തുമായി ഫോണിൽ ബന്ധപ്പെട്ടു. അരുൺ റാവു, എനിക്ക് താങ്കളെ ഒന്ന് കാണണമല്ലോ. ഞാൻ നിങ്ങളുടെ ഓഫീസിലേക്ക് വന്നാലോ? ഓ, അരുൺ അത്ഭുതം ഭാവിച്ചു. സാറിനെ പോലെ തമിഴകത്തെ ഒരു നമ്പർ 1 ആർട്ടിസ്റ്റ് ഇവിടുത്തെ ഡെസ്കിൽ വർക്ക് ചെയ്യുന്ന എന്നെപ്പോലൊരു സാധാ ലേഖകനെ കാണാൻ വരുന്നത് എനിക്കൊരു വമ്പൻ ക്രെഡിറ്റാണ്. പക്ഷേ സാറിന് അത് അപമാനമാവില്ലേ? ക്ഷണിച്ചു വരവേൽക്കേണ്ട ആളാണ് സാർ. ഞാൻ അങ്ങോട്ട് വരാം സാറിൻ്റെ വീട്ടിലേക്ക്. എപ്പോൾ? വൈകുന്നേരം സാർ ഫ്രീ ആണെങ്കിൽ. ഞാൻ ഫ്രീ ആവാം അരുൺ. കാണാതായ ഒരു കുട്ടിയെ തേടിക്കൊണ്ട് എനിക്കൊരു പത്ര അറിയിപ്പ് നൽകേണ്ടതുണ്ട്. അത് എളുപ്പമല്ലേ സാർ? പത്ര അറിയിപ്പ് എഴുതി ആരുടെയെങ്കിലും കൈവശം കൊടുത്തയക്കൂ. തുക ഞാൻ അറിയിക്കാം. അത് കൊടുത്തുവിട്ടാൽ മതി. അതിനായി സാർ ഇവിടെ വരേണ്ട ഒരു കാര്യവുമില്ല. എന്നെ കാണുകയും വേണ്ട. അപ്പോൾ താങ്കൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്? തീരെയില്ല. ഒന്ന് കാണാൻ കൊതിച്ചിട്ടുള്ള ആളാ താങ്കൾ. ഒരു സ്റ്റാർ ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോഴും പരിചയപ്പെട്ടപ്പോഴും നമ്മൾ മലയാളികളാണെന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനിച്ചു. ഇന്ന് തന്നെ ഞാൻ അവിടെ വരാം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അറിയിക്കാം. ഒരു സംശയം, ആൺകുട്ടിയോ പെൺകുട്ടിയോ? പെൺകുട്ടി. വയസ്സ് എത്രയുണ്ടാവും? 10 അല്ലെങ്കിൽ 11. കഷ്ടം, ഈ പ്രായത്തിലുള്ള കുട്ടിയെ കാണാതായാൽ സംഭവിച്ചു പോയില്ലേ. നമുക്ക് എന്ത് ചെയ്യാനാവും ഇതൊക്കെയല്ലാതെ. സാറിൻ്റെ ആരാണ് ഈ കുട്ടി? സഹോദരിയുടെ മകൾ. ഗോഡ്, ഞാൻ തീർച്ചയായും വരാം. ഒരു ഫോട്ടോഗ്രാഫ് കൂടി തരാം. അത് വെച്ച് വേണം അറിയിപ്പ് കൊടുക്കാൻ. അത് നല്ലതാണ്. ഫോട്ടോ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം കാണാം. സന്ധ്യ കഴിഞ്ഞാണ് അരുൺ റാവു താരനാഥൻ്റെ ബംഗ്ലാവിലെത്തിയത്. സൽക്കാരം കഴിഞ്ഞാണ് ആദ്യതായ വിഷയത്തിലേക്ക് കടന്നത്. ഒപ്പം ഒരു ഫോട്ടോഗ്രാഫ് മുന്നിൽ വെച്ചു. അത് കണ്ട അരുൺ ഒന്ന് ഞെട്ടി. എന്നിട്ട് ചുളിഞ്ഞ പുരികങ്ങളോടെ താരാനാഥനെ നോക്കി. ഈ കുട്ടി? ഇതാണ് കാണാതായ കുട്ടി, എൻ്റെ സഹോദരിയുടെ മകൾ. ഇതിനായി പത്ര അറിയിപ്പൊന്നും വേണ്ട സാർ. ഈ കുട്ടി എൻ്റെ ഏട്ടൻ്റെ വീട്ടിലുണ്ട്. ഇപ്പോൾ ഞെട്ടിയത് താരാനാഥനാണ്. അരുണിൻ്റെ ഏട്ടൻ്റെ വീട്ടിലോ? അതെ സാർ, ഞങ്ങൾ പാലക്കാട്ടുകാരാണ്. തുളു ബ്രാഹ്മിൻസ്. ഏട്ടനെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകനാണ്. ഞാൻ ഈ പറഞ്ഞ ഏട്ടൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. പേര് രാഘവേന്ദ്ര റാവു. ഒരു തമിഴ് ബ്രാഹ്മിൻ കുട്ടിയെയാണ് കല്യാണം കഴിച്ചത്. അവരുടെ വീട്ടിൽ വെച്ച് ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ട്. അവരുടെ മകളുടെ പേരിടൽ ചടങ്ങിന് എവിടുന്നോ വന്നു പെട്ടതാണ്. അവിടെ സെർവൻ്റായി ജോലി ചെയ്യുകയായിരുന്നു. വിങ്ങുന്ന മുഖത്തോടെ താരനാഥൻ ഫോട്ടോഗ്രാഫിലേക്ക് കൈ ചൂണ്ടി. ഈ കുട്ടിയെ തന്നെയാണോ അരുൺ കണ്ടത്? അതെ സാർ, ഐ എം ഷുവർ. എങ്കിൽ അരുൺ ആ വീട്ടിൽ എന്നെ ഒന്ന് കൊണ്ടുപോകണം. തീർച്ചയായും. നാളെ സാർ റെഡിയായിരുന്നോളൂ. അരുൺ റാവു മടങ്ങിയതും താരനാഥൻ സ്റ്റെല്ലയെ വിളിച്ചു. സ്റ്റെല്ല, ആ കുട്ടി അവിടെയുണ്ടോ? ഉണ്ട് സാർ, അവൾ ചപ്പാത്തി പരത്തുക. പെങ്കൊച്ചല്ലേ, എല്ലാം പഠിക്കണ്ടായോ? എവിടെ ചെന്നപ്പെട്ടാലും ജീവിച്ചു പോകണ്ടായോ? ആരോരുമില്ലാത്തവർക്ക് വെറുതെ ഇരുന്ന് തിന്നാൻ യോഗമില്ലല്ലോ. അയാൾ കോൾ കട്ട് ചെയ്തു. സ്റ്റെല്ലയുടെ കയ്യിൽ വന്നു പെടുന്നതിന് മുമ്പാണോ അമ്മു അരുൺ റാവുവിൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ ചെന്നുപെട്ടത്? അതോ സ്റ്റെല്ലയുടെ വീട്ടിലുള്ളതുപോലൊരു കുട്ടി ആ വീട്ടിലും ഉണ്ടാവുമോ? അങ്ങനെയെങ്കിൽ ഇതിൽ ആരായിരിക്കും ഉമ്മയുടെ മകൾ അമ്മു? അല്ലെങ്കിൽ താൻ കണ്ടുപിടിച്ച കുട്ടി അമ്മു അല്ലായിരിക്കുമോ?
തൻ്റെ കണ്ണുകൾ തന്നെ ചതിച്ചതാവുമോ? അരുൺ റാവുവിനും അതേ പ്രമാദം തന്നെ പറ്റുമോ? താരനാഥൻ വലിയ മനോസംഘർഷത്തിലായി. അരുൺ റാവു നേരെ പോയത് കസിനായ രാഘവേന്ദ്ര റാവു താമസിക്കുന്ന അഭിരാമിയുടെ മഠത്തിലേക്കാണ്. അവൻ ചെല്ലുമ്പോൾ അപ്പാവും അമ്മാവും വയസ്സ് തികയാത്ത അരുമമകൾ രാഘവിയെ കൊഞ്ചിക്കുകയായിരുന്നു. ഇവിടെ മുമ്പുണ്ടായിരുന്ന ആ 10 വയസ്സുകാരി കുട്ടി എവിടേക്കാ? അരുൺ അബിയോട് തിരക്കി. ഭാര്യയും ഭർത്താവും അമ്പലപ്പിൽ ഒന്ന് പരസ്പരം നോക്കി. പിന്നെ അബി അരുണിൻ്റെ നേർക്ക് തിരിഞ്ഞു. എന്താ അരുൺ, നീ ആ കുട്ടിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടോ? ഞാൻ കണ്ടില്ല. അവൻ നടന്ന സംഭവങ്ങൾ അതേപടി രണ്ടുപേരുടെയും മുന്നിൽ വിവരിച്ചു. അഭിരാമി മൂക്കിൽ വിരലമർത്തി. ഡോക്ടർ ഉമാ മഹേശ്വരിക്ക് ഒരു ബ്രദറാ, അതും തമിഴിലെ പെരിയ നടികർ. നമ്പ മുടിയലേ. ആരാക്കാ ഈ ഡോക്ടർ ഉമാ മഹേശ്വരി? അരുണിനൊന്നും മനസ്സിലായില്ല. അത് ഒന്നുമില്ല, രാഘവേന്ദ്ര ഇടപെട്ടു. ഈ കുട്ടി പിച്ച തെണ്ടി എവിടുന്നോ വന്നവൾ. ഇവൾ അലിവ് തോന്നി ഇവിടെ പിടിച്ചു നിർത്തി. ഒരു ദിവസം അത് താനെ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. അതിൻ്റെ പേര് പോലും ഞങ്ങൾക്കറിയില്ല. മരിച്ചുപോയ ഞങ്ങളുടെ മോൾ രാഘവിയുടെ പേരാ ഇവൾ ആ കുട്ടിയെ വിളിച്ചിരുന്നത്. പൈത്യം അല്ലാതെന്താ? നേരാണോ എന്ന ഭാവത്തിൽ അവൻ അഭിരാമിയെ നോക്കി. നേരെ അരുൺ, സങ്കടത്തിൽ അവൾ പറഞ്ഞു. ആ കുട്ടി എവിടെയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. കുട്ടിയെ കാണാൻ താരനാഥൻ നാളെ ഇങ്ങോട്ട് വരാനിരിക്കുക. അയ്യോ വേണ്ട, അഭിരാമി നിലവിളിച്ചു. അത് കുഴപ്പമാകും അരുൺ. പിന്നെ അവൾ ഭയത്തിൽ ഭർത്താവിനെ നോക്കി. രാഘവിയുടെ മോളുടെ പേരിൽ ചടങ്ങിനല്ലേ നീ അവളെ കണ്ടത്? രാഘവേന്ദ്ര അനിയനോട് ചോദിച്ചു. ആ ചടങ്ങിന് ഞങ്ങൾ കുറേ തെരുവ് കുട്ടികൾക്ക് അന്നം വിളമ്പുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ വന്നതാ ഈ കുട്ടിയും. അന്നവും വസ്ത്രവും കൊടുത്ത് അന്ന് തന്നെ ഞങ്ങളതിനെ പറഞ്ഞയച്ചു. പിന്നെ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ട് അക്ക ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് ഇവളെൻ്റെ മൂത്ത മകളാണെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ പൈത്യം. മരിച്ചുപോയ രാഘവിയുടെ ഛായയുണ്ടെന്ന് പറഞ്ഞ എൻ്റെ മൂത്ത മോളാണെന്നൊക്കെ അടിച്ചത്. ശരിക്കും ഒരു പൈത്യക്കാരിയായി ഇവൾ, രാഘവേന്ദ്ര ഭാര്യയെ കുറ്റപ്പെടുത്തി. എന്നിട്ട് അരുണിനോട് പറഞ്ഞു. നീ ആ കുട്ടിയെ ഈ മഠത്തിന് മുന്നിലെ തെരുവിൽ വെച്ചാ കണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ പുലിവാലാകും. അസത്ത് പെണ്ണ അത്. വലുതുമൊക്കെ പറഞ്ഞാൽ ഇവൾ മാത്രമല്ല ഞാനും അഴിക്കകത്താകും. ജാഗ്രത. താരനാഥൻ തമിഴ് രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള ആളാ. അണ്ണന് ഒരു കേടും വരാതെ ഞാനിത് കൈകാര്യം ചെയ്തോളാം എന്ന് വാക്കുകൊടുത്താണ് അരുൺ മടങ്ങിയത്. അതുവരെ അകത്ത് പതുങ്ങി നിന്നിരുന്ന കുമുദം മാമി അതോടെ വെളിയിൽ വന്നു. കടവുളെ, ആ കുട്ടി ശനി കാലെടുത്ത് വച്ചതോടെ ഈ മഠത്തിലെ നിമ്മതി കെട്ടുപോയച്ച്. അവൾ നശിച്ചു പോയിടുമേ, ഇടിതട്ടി ഇല്ലാമലായിടുമേ. മാമി, അഭിരാമി പാഞ്ഞു വന്ന് കുമുദത്തിൻ്റെ വായ പൊത്തി. എന്തിനാ മാമി അതിനെ ഇങ്ങനെ ശപിക്കണത്? അത് എങ്കയാവത് നിമീതെ വാഴട്ടും. ഞാനല്ലേ തെറ്റ് ചെയ്തത്? അതിന് ആ ചെറിയ കുട്ടിയെ പഴിക്കാതെ മാമി. കണ്ടില്ലേ? രാഘവേന്ദ്ര ഭാര്യയുടെ നേർക്ക് കൈ ചൂണ്ടി. ഇവൾക്കിപ്പോഴും ആ അസത്തിനോടാ സ്നേഹം. സ്വന്തം കുഞ്ഞിനേക്കാളും അധികം നീ തന്നെയാ എല്ലാം ചെയ്തു വെച്ചത്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴിയാണ് ഞങ്ങൾ നോക്കണത്. നീ വിചാരിക്കും പോലെ ഒരു നല്ല കുട്ടിയൊന്നുമല്ലാതെ. അങ്ങനെയായിരുന്നെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ഒരു അന്യസ്ത്രീ വിളിക്കുമ്പോൾ കൂടെ ഇറങ്ങിപ്പോരുമോ? അതിന് കാരണമുണ്ട് രാഘവാരു. അഭി കരഞ്ഞു. അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. അമ്മ ഏട്ടനെ എടുത്തു അനിയത്തിയെ അച്ഛൻ കൊണ്ടുപോന്നു. ഡോക്ടറായ അച്ഛന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ 9 കഴിഞ്ഞ മകളെ ഹോസ്റ്റലിലാക്കുകയേ നിവൃത്തിയുള്ളെന്നു വന്നു. ഈ സമയത്ത് നല്ലവനാണെങ്കിൽ ആ അച്ഛനെ കുട്ടിയെ അമ്മയുടെ അടുത്താക്കാമല്ലോ. ആ പെൺകുട്ടിക്ക് ഈ പ്രായത്തിൽ അമ്മയുടെ അത്യാവശ്യം. അതിന് കുട്ടി ഹോസ്റ്റലിലാണെന്ന് ആ അമ്മയ്ക്ക് അറിയില്ലല്ലോ. അറിയാം, ഹോസ്റ്റലിൽ വന്ന് മോളെ കണ്ടതാണ് അവർ. എന്നിട്ടും 9 വയസ്സുകാരിയായ ആ പൊന്നുമോളെ ഒരു ദിവസത്തേക്കെങ്കിലും കൂടെ കൊണ്ടുപോകാൻ ആ അമ്മയ്ക്ക് മനസ്സ് തോന്നിയില്ല. ആ കുട്ടി 9 വയസ്സുവരെ അനുഭവിക്കാതിരുന്ന സ്നേഹം 1 മണിക്കൂർ കൊണ്ട് ഞാൻ കൊടുത്തു. അങ്ങനെയാ അവൾ എൻ്റെ ഒപ്പം പോകുന്നത്. അത് ആ കുഞ്ഞിൻ്റെ തെറ്റല്ല. അങ്ങനെയെങ്കിൽ തെറ്റ് ചെയ്തത് എൻ്റെ ഭാര്യയാണ്. 1 മണിക്കൂർ കൊണ്ട് സ്നേഹം ഭാവിച്ച് ആ കുട്ടിയെ വശീകരിച്ചു കൊണ്ടുപോകുന്നത് താനല്ലേ? അവളുടെ മാതാപിതാക്കളിൽ നിന്ന് അവളെ അകറ്റിയത് തൻ്റെ കുറ്റമല്ലേ? ആ കുറ്റം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് രാഘവാരുവ. നമ്മുടെ രാഘവിയെ നമുക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കുറ്റം കൊണ്ടല്ല. എൻ്റെ പ്രാണനായ ഞാൻ അവളെ വളർത്തിയത്. അവളുടെ അപ്പ 6-ന് ഉറക്കമുണരുമ്പോൾ ഞാൻ 4:30 എഴുന്നേറ്റ് മുറികൾ ക്ലീൻ ചെയ്ത് കുളിച്ച് കോലം പോട്ട് 6:30 മുമ്പ് ഈ മഠത്തിലെ മുഴുവൻ ജോലികളും തീർക്കും. എന്നിട്ട് 9-ന് സ്കൂളിൽ ജോലിക്ക് പോകും. അതിനു മുമ്പ് 8-ന് മോളെ സ്കൂളിലയക്കും. ആ സമയത്ത് രാഘവാരു കളിക്കാൻ കോട്ടിലാവും. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ മഠത്തിന് മുന്നിലെ റോഡിലിറങ്ങി നമ്മുടെ മോളെ സ്കൂൾ ബസ്സിൽ അയച്ചിട്ടുണ്ടോ? രാഘവേന്ദ്രൻ്റെ മുഖം താണു. മക്കൾ അമ്മാവുടേത് മാത്രമല്ല അപ്പാവുടേതുമാണ്. ഞാനാ കൈപ്പിടിച്ച മകളെ റോഡ് ക്രോസ് ചെയ്യിച്ചിരുന്നത്. അതിനിടയിലാണ് അവൾ വാശി പിടിക്കാൻ തുടങ്ങിയത്. അമ്മ, ഞാൻ വലുതായി, ഇനി ഞാൻ തനിയെ റോഡ് ക്രോസ് ചെയ്തോളാമെന്ന്. മോൾ തനിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ പഠിക്കേണ്ടതല്ലേ? അതുകൊണ്ടാണ് ഞാൻ അനുവദിച്ചത്. അപ്പോഴാ അന്ന് ആ കാറ് പാഞ്ഞു വന്ന് മോളെ തട്ടിയത്. മതി, എനിക്കിനി ഇത് കേൾക്കണ്ട, അയാൾ ഒച്ചവെച്ചു. കേൾക്കണം, സത്യം രാഘവാരു അറിയണം. മോളെ അന്ന് ഉടനടി ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ കുട്ടിയെ നഷ്ടപ്പെടുത്തില്ലായിരുന്നു. രാഘവാരു അന്ന് നേരത്തെ ബാങ്കിൽ പോയി. ഞാൻ വിളിച്ചപ്പോൾ ഡ്രൈവിങ്ങിലായിരുന്നുകൊണ്ട് ഫോൺ എടുത്തില്ല. ബാങ്കിലെത്തിയിട്ട് തിരിച്ചു വിളിച്ചുമില്ല. എന്നിട്ട് എൻ്റെ അശ്രദ്ധ കൊണ്ട മോൾക്ക് അപകടം പിണഞ്ഞതെന്ന് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് നാട് വിട്ടു.
ഞാൻ അനുഭവിച്ച വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. എല്ലാം കഴിഞ്ഞില്ലേ? ഒന്നും കഴിഞ്ഞില്ല. എൻ്റെ കുട്ടി നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടത്തിൽ ഭ്രാന്തിയായി ഞാൻ കഴിയുമ്പോഴാണ് നമ്മ രാഘവയുടെ അതേ ഛായയുള്ള ഈ കുട്ടിയെ അപ്പ എനിക്ക് കാണിച്ചു തന്നത്. ആ കുട്ടിയുടെ സങ്കടം അറിഞ്ഞപ്പോൾ അവളെ ദൈവം എനിക്കായി കാട്ടി തന്നതാണെന്ന് ഞാൻ വിശ്വസിച്ചു. അവളെ കൂടെ കൊണ്ടുപോരുന്ന കാര്യത്തിൽ ഞാൻ ധർമ്മധർമ്മങ്ങളൊന്നും ഓർത്തില്ല. പക്ഷേ നീ ചെയ്ത് പുറത്തെറിഞ്ഞാൽ നീ മാത്രമല്ല, ഞാനും ഈ മാമിയും നിൻ്റെ അണ്ണനുമെല്ലാം കുറ്റക്കാരാകും. അതുകൊണ്ടാണോ രാഘവാരും മാമിയും ചേർന്ന് ആ പാവം കുട്ടിയെ ഈ മഠത്തിലിട്ട് കഷ്ടപ്പെടുത്തിയത്? എന്ത് തെറ്റ് ചെയ്തിട്ടു ആ സാധു? അവൾ വന്ന ശേഷമാണ് ഞാൻ ഉണ്ണാനും ഉറങ്ങാനും ആരംഭിച്ചത്. അവൾ വന്ന ശേഷമാണ് എനിക്ക് രാഘവാരെ തിരിച്ചു കിട്ടിയത്. അവളുടെ ഭാഗ്യം കൊണ്ടാണ് നമുക്ക് ഈ മോളെ പോലും കിട്ടിയത്. എന്നിട്ടും നിങ്ങൾ രണ്ടാളോ ആ കുട്ടിയോട് കരുണ കാട്ടിയില്ല. അങ്ങനെയാ അവൾ ഈ മഠം വിട്ടു പോയത്. അല്ല, പൂ വാങ്ങാൻ ചില്ലറയില്ലായിരുന്നത് കൊണ്ട് ഞാൻ അവളുടെ കയ്യിൽ 500 ഒരു നോട്ട കൊടുത്തത്. പെരുങ്കള്ളി ആയതുകൊണ്ട് അവൾ ഇവിടെ നിന്ന് അതുമായി മുങ്ങി. പോലീസിൽ പിടിപ്പിക്കാഞ്ഞത് നീ അവളെ തട്ടിക്കൊണ്ടുവന്ന കാര്യം പുറത്തറിയുമെന്ന് ഭയന്ന. ഏതായാലും എല്ലാം കഴിഞ്ഞു. ഇനി ആ ജന്തുവിനെ അന്വേഷിച്ച് ഇവിടേക്ക് ആരും വരാതിരുന്നാൽ മതിയായിരുന്നു. എങ്ങനെയെങ്കിലും ആ കുട്ടി അവളുടെ മാതാപിതാക്കളുടെ കയ്യിൽ ചെന്ന് പെടണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വഴിപാടുകളും നേർന്നിട്ടുണ്ട്. ആ സമയത്താണ് മാമി അതിനെ ശപിക്കണത്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും. മാമിയെയും ഭർത്താവിനെയും മാറി മാറി നോക്കി അബി. ശരി രാഘവേന്ദ്ര മുഖം കുടഞ്ഞു. നമുക്ക് ആ വിഷയം വിടാം. എൻ്റെ തല വേദനിക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അരുൺ ഏട്ടനായ രാഘവേന്ദ്രയെ വിളിച്ചു. അണ്ണാ, ആ പെണ്ണ് ഒരു മലയാളി ഹെയർ ഡ്രസ്സറുടെ വീട്ടിലുണ്ടെന്ന് കേൾക്കുന്നല്ലോ. അയ്യോ, അപ്പോൾ സംഗതി പുലിവാലാകുമോ? പുലിവാലാകാനുള്ള സാധ്യതയുണ്ട്. ആക്ടർ താരനാഥൻ ആ കുട്ടിയുടെ പടം വെച്ച് തമിഴ് പത്രങ്ങളിൽ അറിയിപ്പ് കൊടുക്കാൻ പോകുക. അതിന് സമ്മതിക്കരുത് അരുൺ. സമ്മതിക്കാതിരിക്കാൻ നമുക്കെന്ത് അധികാരം? ഈ പറഞ്ഞ കുട്ടി അയാളുടെ സഹോദരിയുടെ മകളാണ്. ആപ്പയൂപ്പകളൊന്നും അല്ല അവൻ. അച്ഛനും അമ്മയും ഡോക്ടേഴ്സാ. അപ്പൂപ്പനും ഫേമസ് പാർട്ടിയാ. അമ്മൂമ്മ ലോകപ്രശസ്ത നർത്തകിയായ മഹേശ്വരി തിരുമുൽപ്പാട്. വേണമെങ്കിൽ നമ്മുടെ പത്രത്തിൽ ആ അറിയിപ്പ് വരാതെ നോക്കാം. പക്ഷേ തമിഴിൽ ഈ ഒരു പത്രമൊന്നും അല്ലല്ലോ. അയാളൊന്ന് ഞൊടിച്ചാൽ പത്രക്കാർ അവിടെ ചെന്ന് ആ അറിയിപ്പ് വാങ്ങിക്കൊണ്ടുപോയി ഫ്രണ്ട് പേജിൽ പബ്ലിഷ് ചെയ്യും. അങ്ങനെ സംഭവിക്കരുത് അരുൺ. അണ്ണൻ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? മോളുടെ പേരിലിന് അന്നവും വസ്ത്രവും വാങ്ങാൻ വന്ന കുട്ടിയല്ലേ. നിങ്ങൾക്ക് അവളെ ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയല്ല അരുൺ. പത്രത്തിൽ ഫോട്ടോ വന്നാൽ ഈ അയൽപ്പക്കത്തുള്ളവരെല്ലാം അവളെ തിരിച്ചറിയും. കാരണം 1 വർഷക്കാലമായി അവളിവിടെ സെർവൻ്റായി ജോലി ചെയ്തിരുന്നതാ. എന്നിട്ട് അണ്ണൻ എന്നോട് പറഞ്ഞത് നീ എന്നെ കുറ്റപ്പെടുത്തുമെന്ന് പേടിച്ച് നുണ പറഞ്ഞതാൻ അരുൺ. അബി ആ പെണ്ണിനെ മകളായിട്ടാണ് കണ്ടിരുന്നത്. പൂ വാങ്ങാൻ അയച്ചപ്പോൾ അവളിവിടുന്ന് കടന്നു കളഞ്ഞതാ. അതിൻ്റെ സ്വഭാവം വെച്ച് ഞങ്ങൾക്കെതിരെ ആ നാശം എന്തും പറഞ്ഞു കളയും. പത്ര അറിയിപ്പും പോലീസ് അന്വേഷണവും ഉണ്ടായാൽ ഞങ്ങളുടെ കാര്യം പോക്കാം. നീ എന്തെങ്കിലും ഒന്ന് തടയിടണം. വിവരം പറഞ്ഞപ്പോൾ അഭിരാമി പറഞ്ഞു. നമുക്കെതിരെ ഒരക്ഷരം പോലും അവൾ പറയില്ല രാഘവരു. കുട്ടിയാണെങ്കിലും വ്യക്തിത്വമുള്ളവൾ അവൾ. നമ്മൾ കരുതും പോലെയൊന്നും ആവില്ലടി പിള്ളേർ പെരുമാറുക. 11 വയസ്സല്ലേ ഉള്ളൂ. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ഓർത്തപ്പോൾ അവൾക്കും ഭയം തോന്നി തുടങ്ങി. അരുൺ വീണ്ടും താരനാഥനെ കാണാൻ ചെന്നു. സാർ പറഞ്ഞതുപോലെ ആ ഹെയർ ഡ്രസ്സറുടെ വീട്ടിലുള്ളത് സാറിൻ്റെ സഹോദരിയുടെ മകൾ തന്നെയാണെങ്കിൽ വീണ്ടും പത്ര അറിയിപ്പൊക്കെ കൊടുത്ത് വാർത്തയുണ്ടാക്കാതെ പോലീസ് സഹായത്തോടെ കുട്ടിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോന്നാൽ പോരെ? ഒരു പെൺകുട്ടിയല്ലേ അത്. കാണാതായി എന്ന് പറഞ്ഞ് വാർത്തയും ഫോട്ടോയും ഒക്കെ പത്രത്തിൽ വന്നാൽ അതിൻ്റെ ഭാവിക്ക് അത് ദോഷമാവില്ല സാർ? താരനാഥൻ്റെ മുഖത്ത് ഒരു ചലനമുണ്ടായി. അത് ശരിയാണ് അരുൺ. തമിഴിലെ പത്രമായതുകൊണ്ട് കേരളത്തിൽ താമസിക്കുന്ന കുട്ടിയെ അത് ബാധിക്കില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. എങ്കിലും ഉപദ്രവിക്കണമെന്നുള്ളവർക്ക് അത് വേണമെങ്കിൽ ആയുധമാക്കാം. തീർച്ചയായും അരുൺ തലകുലുക്കി. പെൺകുട്ടിയല്ലേ, നോക്കി നിൽക്കെ അത് യുവതിയാവും. പെൺകുട്ടിയെ കാണാതായാൽ രക്ഷകർത്താക്കൾ പോലും അത് വാർത്തയാക്കാൻ ഭയക്കുന്നത് ഈ കാരണത്താലാ. നമുക്കാണെങ്കിൽ പത്രയറിപ്പിനെ ആശ്രയിക്കാതെ കുട്ടിയെ കൊണ്ടുപോരാൻ വഴിയുമുണ്ടല്ലോ. യെസ്, താരനാഥൻ പുഞ്ചിരിച്ചു. എങ്കിൽ നമുക്ക് ആ പത്ര അറിയിപ്പ് വേണ്ടെന്ന് വയ്ക്കാം അരുൺ. അവളുടെ അമ്മ 1 വർഷം മുമ്പേ കേരളത്തിലെ പത്രങ്ങളിൽ ഫോട്ടോയും അറിയിപ്പും കൊടുത്തിരുന്നതാ. അതുപോലും ആ കുട്ടിയുടെ ഭാവിയെ അപകടത്തിലാക്കാം. ഓ സാർ, കാലം എത്ര പുരോഗമിച്ചാലും നമ്മുടെ ആളുകൾ എത്ര സങ്കുചിത മനസ്കരാണെന്നറിയാമോ? പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ. ബസ്സിലും ഓഫീസിലും വിദ്യാലയങ്ങളിലുമൊക്കെ പുരുഷന്മാരുടെ അതിക്രമങ്ങൾ കടിച്ചു പിടിച്ച് സഹിക്കുക സ്ത്രീകൾ. പ്രതികരിച്ചാൽ അവിടെ സ്ത്രീ തന്നെയാവും നോട്ടപ്പുള്ളി. അവിവാഹിതയാണെങ്കിൽ അവളെ ജീവിത പങ്കാളിയാക്കാൻ ഒരുത്തിനും തയ്യാറാവില്ല. അരുണിൻ്റെ ലക്ഷ്യം തൻ്റെ കസിനായ രാഘവേന്ദ്രയെയും പത്നിയെയും ആ പത്രം അറിയിപ്പിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു. അത് നിസ്സാരമായി സാധിച്ചു. താരനാഥൻ അപ്പോൾ തന്നെ സ്റ്റെല്ലയെ വിളിച്ചു. അവൾ നടി രാജനന്ദിനിയോടൊപ്പം ഒരു തെലുങ്ക് പടത്തിൻ്റെ സെറ്റിലായിരുന്നു. സ്റ്റെല്ല, താരനാഥനെ വിളിക്കുന്നത്. നീ എവിടെയാണ്? ഞാൻ ഹൈദരാബാദിലാണ് സാർ. രാജനന്ദിനി മാമിൻ്റെ ഒപ്പം. ആ കുട്ടിയോ? അവളും ഞങ്ങളോടൊപ്പം ഉണ്ട് സാർ. കാണുന്നവരെല്ലാം അവളെ അഭിനയിക്കാൻ വിടുമോന്നാണ് ചോദിക്കുന്നത്. ഇത്ര ഭംഗിയുള്ളൊരു കുട്ടിയെ കണ്ടിട്ടില്ലെന്നാണ് എല്ലാവരും പറയുന്നത്.
അവളുടെ നീണ്ടുവിടർന്ന കണ്ണുകളെക്കുറിച്ച് തന്നെ എല്ലാവരും പറയുന്നത്. രാജനന്ദിനി മാമിനും അവളുടെ ജീവനാ. അഭിനയിക്കുമായിരുന്നേ. നോക്കി നിൽക്കേ എൻ്റെ കത്രി ആകാശം മുട്ടേ വളർന്നേനെ. കത്രിയോ? അതാരാ? കത്രിയെന്നാ സാറേ ഞാൻ അവളെ വിളിക്കുന്നേ. പേരെന്താന്ന് അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി ആ പേര് എനിക്കറിയുകയും വേണ്ട. എൻ്റെ കത്രീനെ കുട്ടിയാ അവൾ. എൻ്റെ അമ്മച്ചിയുടെ പേരാ അത്. എൻ്റെ പെറ്റ മോൾക്ക് പോലും ഞാൻ ഇട്ടിട്ടില്ല. എനിക്ക് അവളെ എൻ്റെ ഇളയ മോളാ. ഓടി നടന്ന് അവൾ എന്നെ സഹായിക്കുന്നുമുണ്ട് സാറേ. നാളെ എൻ്റെ പകരക്കാരിയായിരിക്കും എൻ്റെ കുഞ്ഞ്. മതി മതി, താരനാഥൻ ഇടയിൽ കയറി. നീ എന്തിനാ അവളെ ഇങ്ങനെ ലൊക്കേഷനുകൾ തോറും കൊണ്ടു നടക്കുന്നത്? അല്ലാതെ പിന്നെ അതിനെ തനിച്ച് വീട്ടിൽ നിർത്തിയിട്ട് പോരാൻ പറ്റുമോ? അവളെ എൻ്റെ അടുത്താക്കിക്കോ, അത് മതി. അപ്പം സാറിന് ഷൂട്ടിങ്ങിന് പോകുമ്പോഴോ? ഞാനൊരു സ്ത്രീയെ ഇവിടെ നിർത്തിക്കോളാം. ഈ തമിഴത്തികളെയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല സാറേ. അവളെ ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ കൊണ്ടു നടക്കുന്നത് അപകടം. അയ്യാ, എനിക്ക് 10 ഭാഷ അറിയാം സാറേ. എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കിയാൽ മതി. കർണക്കുറ്റി അടിച്ച് പുകയ്ക്കും സ്റ്റെല്ല. അതൊന്നും എനിക്കറിയണ്ട. നീ എന്നാ ചെന്നൈയിലെത്തുന്നേ? മറ്റന്നാളാവും സാറേ. രാജനന്ദിനി മാമിനെ മറ്റന്നാൾ ചെന്നൈയിലൊരു തമിഴ് വർക്കുണ്ട്. എങ്കിൽ നാളെ ഞാൻ ഹൈദരാബാദിലെത്തി അവിടുന്ന് അവളെ കൊണ്ടുപോന്നോളാം. എൻ്റെ അനിയത്തിയുടെ മകളാ അവൾ. അവളെ ഞാൻ അവളുടെ അമ്മയുടെ അടുത്ത് എത്തിച്ചോളാം. സാറിൻ്റെ അനിയത്തിയുടെ മോളോ? സ്റ്റെല്ല ചിരിച്ചു. സാറിന് അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും ഒന്നുമില്ലെന്ന് ഒരു തമിഴ് പത്രത്തിൽ ഇൻ്റർവ്യൂ വന്നിരുന്നല്ലോ. അതൊന്നും നീ അറിയണ്ട. നാളെ ഞാൻ വരും, അവളെ കൊണ്ടുപോരും. അയാൾ നിർത്തി. അതോടെ സ്റ്റെല്ല പരിഭ്രാന്തയായി. അവൾ വിവരമല്ല രാജനന്ദിനിയെ അറിയിച്ചു. തമിഴിലും തെലുങ്കിലുമാണ് നടിക്കുന്നതെങ്കിലും രാജനന്ദിനി മലയാളിയാണ്. അതുകൊണ്ട് സ്റ്റെല്ലയെ ഹെയർ ഡ്രസ്സറായി വച്ചിരിക്കുന്നു. ഹെയർ ഡ്രസ്സർ മാത്രമല്ല, മേക്കപ്പ് ലേഡിയും കോസ്റ്റ്യൂമറും സെക്രട്ടറിയും മാനേജറും എല്ലാമാണ് അവൾ തനിക്ക്. അതിനെല്ലാമായി നല്ലൊരു സാലറിയും രാജനന്ദിനി കൊടുക്കുന്നുണ്ട്. തമിഴിലെ നമ്പർ 1 വില്ലനാണെങ്കിലും വില്ലൻ സ്വഭാവമൊന്നും ഇല്ലാത്തവനാണല്ലോ സ്റ്റെല്ല, അയാൾ രാജനന്ദിനി പറഞ്ഞു. നൃത്തത്തിൽ നിന്നാണ് അയാൾ ആക്ടിങ്ങിലേക്ക് വന്നത്. അതുകൊണ്ട് ആൾ ഏറെക്കുറെ സോഫ്റ്റുമാണ്. അയാളിൽ നിന്ന് പിരിഞ്ഞുപോയ മഹിത പോലും അയാളൊരു കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. ചില മധ്യവയസ്കർക്ക് ചെറിയ കുട്ടികളോടവും മേം കമ്പം. അത്തരക്കാരെ സൂക്ഷിക്കേണ്ടത്, സ്റ്റെല്ല പറഞ്ഞു. അങ്ങനെയെങ്കിൽ സൂക്ഷിക്കണമല്ലോ. നന്ദിനിയുടെ മുഖത്ത് ഗൗരവം വന്നു. അയാൾ വലിയ ആളാണ് മാം. തമിഴ് രാഷ്ട്രീയത്തിലൊക്കെ അയാൾക്ക് നല്ല സ്വാധീനമാണ്. ഈയിടെ തെലുങ്കിലും എത്തി. ഹൈദരാബാദിലും അയാൾ സഹായിക്കാൻ ആളുണ്ടാവും. ആ സംസാരം അമ്മ വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഹൃദയം പടപ്പെടാൻ മിടിച്ചു. ആ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. രാജനന്ദിനി സ്റ്റെല്ലയെ ആശ്വസിപ്പിച്ചു. നന്ദിനിക്കുള്ള മുസംബി ജ്യൂസ് പിഴിയാൻ സ്റ്റുഡിയോയുടെ കിച്ചണിലേക്ക് പോയി സ്റ്റെല്ല. ജ്യൂസുമായി അവൾ തിരിച്ചു വന്നപ്പോൾ നടിയുടെ അരികിലില്ല അമ്മു. എൻ്റെ കത്രീന എന്തിയെ മാം? സ്റ്റെല്ല തിരക്കി. ഇവിടെ എവിടെയെങ്കിലും കാണുമടി. ഡയറക്ടർ മുതൽ പ്രൊഡക്ഷൻ ബോയ് വരെ സെക്രട്ടറിയുമായി കമ്പനിയെ അവൾക്ക്. പെട്ടെന്ന് ആളുകളുമായി അടുക്കും അവൾ. മുമ്പ് അങ്ങനെയായിരുന്നില്ല മാം. അത് പരിചയക്കുറവ് കൊണ്ടായിരുന്നു. ഇപ്പം കുറേ നാളായില്ലേ നിൻ്റെ കൂടെ നടക്കുന്നു. ലഞ്ച് സമയമായപ്പോൾ സ്റ്റെല്ലയ്ക്ക് ആദ്യമായി അവൾ ഓടി നടന്ന് ചുറ്റും തിരിഞ്ഞു. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞു, ഇന്നത്തെ പൂമോഡൽ സീസണിന് വേണ്ടി പൂ വാങ്ങാൻ പോയ വണ്ടിയിൽ അവൾ കയറിയിട്ടുണ്ട് അക്ക. വണ്ടി തിരിച്ചു വരുമ്പോൾ വരും. ചെക്കന്മാരുമായി അവൾ വലിയ കമ്പനിയാണ്. ഊണ് കഴിക്കാതെ ശ്വാസം പോലും വിടാൻ കഴിയാതെ സ്റ്റെല്ല ആ വണ്ടി തിരിച്ചു വരാനായി കാത്തു നിന്നു. വണ്ടി വന്നപ്പോൾ സ്റ്റെല്ല ഡ്രൈവറോട് തിരക്കി, എൻ കുളന്തയെ എങ്ക ബാലു പാക്കവേലിയെ? അവൻ കൈമലർത്തി. അതോടെ അവൾ ഇടിയും നിലവിളിയുമായി. രാജനന്ദിനിക്ക് സ്റ്റെല്ലയെ ആശ്വസിപ്പിക്കാനായില്ല. ഈ ഹൈദരാബാദിൽ എൻ്റെ കൊച്ച് എന്ത് ചെയ്യും മാം? ഭാഷ പോലും അറിയില്ല. തമിഴും അവൾക്കറിയാമായിരുന്നില്ലല്ലോ. എന്നിട്ടും അവൾ പിടിച്ചു നിന്നില്ലേ? ആ വില്ലൻ്റെ കയ്യിൽ ചെന്നപ്പെട്ടില്ലല്ലോ എന്ന് സമാധാനിക്കാം. നമ്മൾ പറഞ്ഞത് അവൾ കേട്ടു കാണും. ഒരുപക്ഷെ അവൾ ഇവിടുന്ന് രക്ഷപ്പെട്ടതാവും. കർത്താവേ, സ്റ്റെല്ല കരഞ്ഞു. എൻ്റെ കുഞ്ഞിനെ കാത്തോളനെ. എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചാണേ. വൈകുന്നേരം താരനാഥൻ ഉമാ മഹേശ്വരിയെ വിളിച്ചു. ഉമ, മിക്കവാറും നാളെ നമുക്ക് നിൻ്റെ മോളെ കിട്ടിയേക്കും. നാളെ രാത്രി ഞാൻ വിളിക്കും വരെ പ്രാർത്ഥനയോടെ കാത്തിരുന്നോളൂ. എൻ്റെ മോളെ എനിക്ക് കിട്ടിയാൽ ഞാൻ എൻ്റെ ജീവൻ തരാൻ തരേട്ടാ. ജീവൻ പോയിട്ട് നിൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊന്നും വേണ്ട ഉമ. നീ സന്തോഷമായി ജീവിക്കുന്നത് കണ്ടാൽ മതി എനിക്ക്. എങ്കിലേ നിന്നോട് ചെയ്തതിനുള്ള പ്രായശ്ചിത്തമാവും. രാത്രി അയാൾ ഉറങ്ങാൻ കിടക്കയിലേക്ക് ചാഞ്ഞപ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. നോക്കുമ്പോൾ സ്റ്റെല്ലയാണ്. എടുത്തപ്പോൾ അവൾ കരച്ചിലായി. എൻ്റെ മോളെ കാണാനില്ല സാർ. കള്ളം പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയും. സിനിമയിൽ മാത്രമാണ് ഞാൻ വില്ലൻ. ജീവിതത്തിലും എന്നെ വില്ലനാക്കരുത് സാർ. സ്റ്റെല്ല പൊട്ടിക്കരഞ്ഞു. ഞാൻ പറയുന്ന സത്യമോ സാർ? ഇന്ന് ഉച്ചയ്ക്ക് തൊട്ട് എൻ്റെ കുഞ്ഞിനെ കാണാനില്ല. സീനിന് വേണ്ടി പൂ വാങ്ങാൻ ലൊക്കേഷനിൽ നിന്ന് പോയ ഏതോ പ്രൊഡക്ഷൻ വണ്ടിയിൽ കയറിപ്പോയെന്നാണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ പിള്ളേർ പറയുന്നത്. നീ മനഃപൂർവ്വം ഇങ്ങനൊരു നാടകം കളിക്കുന്നില്ലടി. താരനാഥൻ ശബ്ദമുയർത്തി. നീ അവളെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു കാണും, അല്ലെങ്കിൽ ആർക്കെങ്കിലും വിറ്റ് കാണും. ഞാൻ നാളെ വന്ന് അവളെ കൊണ്ടുപോകുമെന്ന് നിനക്കറിയാം. അതിനു മുമ്പ് ആ കുട്ടിയെ വിറ്റ് നീ കാശാക്കി. നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. നീ അവളെ എനിക്ക് തിരിച്ചു വാങ്ങിത്താ.
ഇല്ലെങ്കിൽ നീ ഈ ഫീൽഡിലുണ്ടാവില്ല, ജീവനോടെ ഈ ഭൂമിയിൽ വാഴുകയുമില്ല. സ്റ്റെല്ലയുടെ ക്ഷമ കെട്ടു. ഭാ നായേ, അവൾ പല്ലു ഞെരിച്ചു. പെങ്കൊച്ചുങ്ങളെ വിറ്റ് ജീവിക്കുന്നവളല്ലടാ സ്റ്റെല്ല. അങ്ങനെ ആയിരുന്നു ഞാനിപ്പം ചെന്നൈ പട്ടണത്തിൽ സ്വന്തം മണിമാളികകൾ ഉണ്ടാക്കി കഴിഞ്ഞാനെ. ഇപ്പോഴും ഞാനൊരു വാടക കെട്ടിടത്തിലാണ് കഴിയുന്നത്. നടിക്കാൻ വരുന്ന പെണ്ണുങ്ങളുടെ പേൻ പുഴുത്ത മുടി ചീകി സ്റ്റൈലാക്കി തിരുവായ്ക്ക് എതിർവ ചൊല്ലാതെ വണങ്ങി നിന്നാടാ സ്റ്റെല്ല ഇപ്പോഴും ചോറ് ഉണ്ണുന്നേ. നിന്നെപ്പോലെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവളല്ല മോനെ ഇവൾ. ഈ പ്രായത്തിലും ഫീൽഡിൽ നിൽക്കുന്നുണ്ടേ. അതാരെയും സോപ്പിട്ടും സുഖിപ്പിച്ചും കൂട്ടിക്കൊടുത്തുമല്ല താനും. നന്നായി അധ്വാനിച്ചാലും കൂലിക്ക് കണക്ക് പറയാറില്ല. കിട്ടുന്നതിൽ ഒരു ഓഹരി കൊണ്ട് അന്യനെ സഹായിക്കാറുമുണ്ട്. നീ വന്ന് ഈ ലൊക്കേഷനിലൊന്ന് തിരക്ക്. സ്റ്റെല്ല പറഞ്ഞത് വിശ്വാസമാവുന്നില്ലേ? എന്നെ അങ്ങ് കൊല്ല്. എനിക്ക് ഈ വൃത്തികെട്ട ലോകത്ത് ജീവിച്ച് മതിയായുടെ പുല്ലേ. ഈ സ്ത്രീ പറയുന്നതിൽ കഴമ്പുണ്ടോ എന്നാണ് അയാൾ ആലോചിച്ചത്. മര്യാദക്കാരിയാണെങ്കിൽ അവരെ ദ്രോഹിക്കുന്നതും പഴിക്കുന്നതും തെറ്റാണ്. അതുകൊണ്ട് താരനാഥൻ ഒരക്ഷരവും ശബ്ദിച്ചില്ല. എന്താ നാവിറങ്ങിപ്പോയോ? സ്റ്റെല്ല കിതച്ചു. അതോ അവിടെ ഇരുന്ന് എൻ്റെ തലയിൽ വല്ല ബോംബ് വിടാനുള്ള ഓർഡർ കൊടുക്കുകയാണോ ആർക്കെങ്കിലും? നാളെ നീ വന്ന് എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകുന്ന കാര്യം രജനി മാമിനോട് ഞാൻ പറഞ്ഞതെങ്ങാൻ എൻ്റെ കുഞ്ഞ് ഒളിച്ചിരുന്ന് കേട്ടുവോ ഇപ്പോഴെൻ്റെ പേടി. അങ്ങനെ അത് ഇവിടുന്ന് രക്ഷപ്പെട്ടതാണോന്ന് രജനി മാമയും അവ തന്നെ പറഞ്ഞു. പെങ്ങളുടെ മോളാണ് ഇയാൾ പറഞ്ഞതിൽ വല്ല നേരമുണ്ടേ. ഹൈദരാബാദിലെ സ്വാധീനം വെച്ച് പോലീസിനെ കൊണ്ട് ഒന്ന് അന്വേഷിപ്പിക്കുക. അത്രേ ഞാൻ പറയുന്നുള്ളൂ. തുടർന്ന് ഫോൺ നിശബ്ദമായി. സംഭാഷണത്തിലെ ഒഴുക്കും വികാരവും വെച്ച് സ്റ്റെല്ല പറഞ്ഞത് പൂർണ്ണമായി തള്ളിക്കളയാൻ അയാൾക്കായില്ല. അതുകൊണ്ട് ഹൈദരാബാദ് യാത്ര ക്യാൻസൽ ചെയ്തില്ലെങ്കിലും ഉന്നത പോലീസ് സുഹൃത്തുക്കളെ വിളിച്ച് അപ്പോൾ തന്നെ താരനാഥൻ വിവരങ്ങൾ കൈമാറി. രാത്രി തന്നെ പോലീസ് അന്വേഷണവും ആരംഭിച്ചു. തെരുവ് പട്ടണത്തിൻ്റെ ഒരു സ്ലം ഏരിയയിൽ കച്ചവടം നിർത്തിയ ഒരു പെട്ടിക്കടയുടെ പിന്നിൽ തെരുവ് ഗുണ്ടകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു അമ്മു. ചപ്പുചവറുകൾ കൂട്ടിയിട്ടിരിക്കുന്നിടത്ത് നിന്ന് പ്രവഹിച്ച ദുർഗന്ധം അവൾ മൂക്ക് പൊത്തിപ്പിടിച്ച് സഹിച്ചു. നേരം പുലരും വരെ അങ്ങനെ എവിടെ കഴിയുമെന്ന് അമ്മുവിന് അറിയില്ലായിരുന്നു. നേരം പുലർന്നാൽ എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുമെന്നും. അപ്പോഴാണ് ഒരു AC എയർബസ് തൊട്ടരികിലെ പൈപ്പിൻ ചുവട്ടിൽ വന്നു നിന്നത്. വെള്ളം വേണ്ടിയിട്ടാവും അവരവിടെ വണ്ടി നിർത്തിയതെന്ന് അവൾ അനുമാനിച്ചു. വണ്ടിയുടെ മുൻവശത്തെ എഴുത്ത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ അല്ലാതിരുന്നുകൊണ്ട് അമ്മുവിന് വായിക്കാനായില്ല. വണ്ടി നിന്നതും സ്ത്രീകളാണ് ആദ്യം ചാടിയിറങ്ങിയത്. പ്രാഥമിക ആവശ്യത്തിന് വേണ്ടിയാവാം എല്ലാവരും ഒരു വശത്തേക്ക് ഓടി. അമ്മു ഇരുന്നിരുന്ന പെട്ടിക്കടയുടെ പിന്നിലാണ് ആ സംഘം വന്നിരുന്നത്. അവൾ ഇരുന്ന ഭാഗത്ത് വെളിച്ചം കുറവായതിനാൽ ആരും ആ സാന്നിധ്യം കണ്ടുപിടിച്ചില്ല. എഴുന്നേൽക്കുമ്പോൾ അവർ തന്നെ കാണുമെന്ന് അറിയാമായിരുന്നതിനാൽ അമ്മു നിരങ്ങി പെട്ടിക്കടയുടെ മുന്നിലേക്ക് നീങ്ങി. അപ്പോഴേക്ക് വണ്ടിയിലുണ്ടായിരുന്ന പുരുഷന്മാരും ഇറങ്ങി പല ദിശകളിലേക്കും നടന്നിരുന്നു. കുറച്ചു പേർ മാത്രം അപ്പോഴും അകത്ത് ചാഞ്ഞിരുന്ന് ഉറങ്ങുന്നുണ്ട്. പെട്ടെന്നാണ് അവളുടെ ബുദ്ധിയിൽ ഒരു ചെറുമിന്നലിൻ്റെ നുറുങ്ങുവട്ടം വീണത്. ഈ അവസരം പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നേരം വിൽക്കുന്നതോടെ താൻ വീണ്ടും അപകടത്തിലാവും. ബസ്സിൽ വന്നവർ കുടുംബക്കാരും കൊള്ളാവുന്നവരുമാണ്. പട്ടുസാരികളും ധാവണികളും പാവാടകളുമൊക്കെയാണ് അണിഞ്ഞിരിക്കുന്നത്. രൂപത്തിലും ഭാവത്തിലും സമ്പന്നതയും വെളിവാകുന്നുണ്ട്. സ്റ്റെല്ലാമ്മ വാങ്ങിക്കൊടുത്ത വില കൂടിയ ഒരു പട്ടുപാവാടയും നീളം ജാക്കറ്റുമായിരുന്നു അമ്പുവിൻ്റെ വേഷം. വണ്ടിയിൽ കയറി ഇവർക്കിടയിൽ ഇരുന്നാൽ രാത്രിയുടെ ഉറക്കച്ചടവിൽ തങ്ങളിൽ ഒരാളായി തന്നെയെ അവരും കരുതും. എയർബസ് എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ലെങ്കിലും ഈ സ്ഥലത്തു നിന്ന് രക്ഷപ്പെടാമല്ലോ. തന്നെ ഇവർ തിരിച്ചറിഞ്ഞാൽ കരഞ്ഞു കാലി പിടിക്കാം. വഴിയിൽ ആൾപ്പാർപ്പുള്ള എവിടെയെങ്കിലും ഇറക്കി വിട്ടാലും ഈ അവസ്ഥയേക്കാൾ ഭേദമായിരിക്കും. പിന്നെ ആലോചിച്ച് സമയം കളയാതെ വന്ന് ധൈര്യത്തിൽ അവൾ ഓടിച്ചെന്ന് വണ്ടിയിൽ കയറി. അകത്തെത്തിയപ്പോഴാണ് കണ്ടത് ബസ്സിൻ്റെ പാസേജിൽ ഷീറ്റുകൾ വിരിച്ച് കുട്ടികളെ കിടത്തിയിരിക്കുന്നു. കൂട്ടത്തിൽ ചെറിയ പെൺകുട്ടികളുമുണ്ട്. അതോടെ അമ്മുവും അവർക്കിടയിൽ ഞെരുങ്ങിക്കിടന്നു. കുട്ടികൾ കിടക്കുന്നതിനടുത്തേക്ക് മുകളിൽ നിന്നുള്ള വെളിച്ചം എത്താത്തത് ഭാഗ്യമായി അവൾ കരുതി. 10-15 മിനിറ്റ് കഴിഞ്ഞതും വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയവരെല്ലാം ഒന്നൊന്നായും കൂട്ടമായും കയറി വരാൻ തുടങ്ങി. ഉടൻ അവൾ കണ്ണുകൾ പൂട്ടി കൈത്തലം കൊണ്ട് മുഖം മറിച്ച് കമിഴ്ന്നു കിടന്നു. കയറി വന്നവരുടെ സംസാരത്തിൽ നിന്ന് അവർ തെലുങ്കരാണെന്ന് അമ്മുവിന് മനസ്സിലായി. അതുകൊണ്ട് ഒരു വാക്കിൻ്റെ അർത്ഥം പോലും അവൾക്ക് വ്യക്തമായില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ചില കുട്ടികൾ ഉയർന്നു കരഞ്ഞു. അവരുടെ അമ്മമാരെടുത്ത് മടിയിൽ കിടത്തി എന്തൊക്കെയോ പറഞ്ഞ് വീണ്ടും ഉറക്കി. പുലരാറായപ്പോൾ വീണ്ടും വണ്ടി നിന്നു. ഏതോ ഹോട്ടലിന് സമീപമാണ് നിന്നിരിക്കുന്നതെന്ന് വ്യക്തമായി. കുറച്ചു പേർ ഇറങ്ങിപ്പോയി വണ്ടിയിലുള്ളവർക്ക് കെറ്റിലും ഫ്ലാസ്കിലുമെല്ലാം കാപ്പി വാങ്ങിക്കൊണ്ടുവന്നു. ഡിസ്പോസിബിൾ കപ്പുകളിൽ കാപ്പി പകർന്ന് വിതരണം ചെയ്യാനും തുടങ്ങി. ചിലർ കുട്ടികളെ വിളിച്ചുണർത്തി കാപ്പി നൽകി. കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ കൈ അമ്മുവിനെയും തട്ടി വിളിച്ചു. അവൾ ഉറക്കം നടിച്ചു കിടന്നതേയുള്ളൂ. വണ്ടി വിടുമുമ്പ് പുറത്തുനിന്ന് തമിഴിലുള്ള വർത്തമാനം കേട്ടു. കാപ്പിയുടെ എണ്ണവും അതിനുള്ള തുകയുമാണ് പറഞ്ഞത്. അതോടെ എയർബസ് ഹൈദരാബാദിൽ നിന്ന് തമിഴ്നാട്ടിലെ ഏതോ ടൗണിൽ എത്തിയെന്ന് മനസ്സിലായി. അമ്മുവിനെ അത് സന്തോഷിപ്പിച്ചു. ഇനി ഇറക്കിവിട്ടാലും കുറേശ്ശെ ആശയവിനിമയം ചെയ്യാനാവും.
എങ്ങനെയെങ്കിലും കേരളത്തിലെത്താനും കഴിയും. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് ചെന്നാൽ അവരുടെ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയും? ആ ഒരു ഭയമാണ് വീട്ടിലേക്ക് മടങ്ങാൻ മുമ്പും അവൾക്ക് തടസ്സമായത്. കഥ തുടരും.